ഗുരുവായൂരിൽ ഇന്ന് കല്യാണങ്ങളുടെ മേളം തന്നെയാണ്. 356 പേരാണ് ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരാകുന്നത്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച താലികെട്ട് 6 മണ്ഡപങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും വിവാഹങ്ങൾ നടക്കുന്നത്. 2017 നടന്ന 277 വിവാഹങ്ങളാണ് ഇതിനു മുൻപത്തെ റെക്കോർഡ്. അഞ്ജലി ശ്രീജിത രാജുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. അഞ്ജലി, ഗുരുവായൂരിലാണ് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കല്യാണങ്ങൾ, നിരവധി കല്യാണങ്ങൾ, അത് 356 പേരാണ് ഇന്ന് ക്ഷേത്രത്തിൽ വിവാഹിതരാകുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു തിരക്കും ബഹളവും? ഓണം അടുത്തു, സ്വാഭാവികമായിട്ടും ദർശനത്തിനുള്ള ആളുകളും ഉണ്ടാവും. എന്തൊക്കെയാണ് അവിടുത്തെ വിശദാംശങ്ങൾ? അഞ്ജലി, ഒരു കല്യാണമൊക്കെ ഒരു സമയത്ത് കൂടി ഉണ്ടാവും, പക്ഷെ ഒരു 356 കല്യാണം കൂടുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? അത് തീർച്ചയായും 356 കല്യാണങ്ങൾ ആദ്യമായിട്ടാണ് കൂടുന്നത്. അതും ഗുരുവായൂർ അമ്പലത്തിൽ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന 356 വധൂവരന്മാരാണ് ഇവിടെ ഇന്ന് ഒന്നിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ, ദൃശ്യങ്ങളിൽ കാണാം, 6 മണ്ഡപങ്ങളിലായാണ് ഈ വിവാഹങ്ങൾ നടക്കുക. നിലവിൽ ഗുരുവായൂർ അമ്പലത്തിൽ 4 മണ്ഡപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും വിവാഹങ്ങൾ ഉള്ളതിനാൽ 2 മണ്ഡപങ്ങൾ കൂടെ അധികമായി ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലുണ്ട്. കൂടാതെ ഇന്ന് 4 മണി മുതലാണ് വിവാഹം തുടങ്ങിയത്. ഇവരിപ്പോൾ ഏകദേശം 6 മണിയാവുമ്പോൾ തന്നെ 70-ൽ അധികം വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു. സാധാരണ 5 മണിക്കാണ് ഇവിടെ വിവാഹങ്ങൾ തുടങ്ങാറുള്ളത്. ഇത്രയും വിവാഹങ്ങൾ ഉള്ളതിനാൽ തന്നെ 4 മണിക്ക് ഈ വിവാഹങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ വിവാഹം നടക്കില്ല. നട തുറക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ വിവാഹം നടക്കും. പക്ഷെ വലിയ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ സാധാരണ വിവാഹം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് ഇപ്പം അമ്പലത്തിന്റെ മുൻഭാഗങ്ങളിൽ നിൽക്കാൻ കഴിയാത്തത്ര തിരക്കുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ക്രമീകരണം ഉണ്ടാകുന്നതിനാൽ സുഗമമായിട്ട് വിവാഹത്തിൽ പങ്കെടുക്കാം. കൂടാതെ 20 പേർക്ക്, അതായത് വധൂവരന്മാരുൾപ്പെടെ 20 പേരാണ് ഈ വിവാഹത്തിന്, അതായത് ഇവർക്ക് മണ്ഡപത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശമുള്ളത്. കൂടാതെ ഇവരുടെ കൂടെയുള്ള 4 ഫോട്ടോഗ്രാഫർമാർക്കും ഇത്തരത്തിൽ വിവാഹത്തിന്റെ മണ്ഡപത്തിന്റെ അടുത്തേക്ക് എത്താം. ബാക്കിയുള്ളവർക്കെല്ലാം ഇപ്പോൾ കിഴക്കേ നട ഇപ്പോൾ അടച്ചു ഇട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഭാഗത്തൂടെ പ്രവേശിക്കാൻ കഴിയില്ല. വിവാഹം കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് ഈ വധൂവരന്മാർ പോവുക. വലിയ സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് വലിയ ആഘോഷത്തോടെയാണ് ഗുരുവായൂർ അമ്പലം ഈ വധൂവരന്മാരെയൊക്കെ സ്വാഗതം ചെയ്യുന്നത്. അതിനാൽ തന്നെ വലിയ കൗതുകമാണ്. 356 വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നു. ഇപ്പോൾ അമ്പലത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം നമുക്ക്. എങ്ങനെയാണ് നിങ്ങൾ ഈ ക്രമീകരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്നലെ വൈകിട്ട് വരെ 354 കല്യാണമായിരുന്നു രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ദേവസ്വം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മണ്ഡപം എക്സ്ട്രാ ഇട്ടു. അതിന് കണക്കായിട്ട് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ, കോയ്മമാർ ഉൾപ്പെടെയുള്ളവർ അതിൽ നിയോഗിക്കുകയും ചെയ്തു. ഇതിനു പുറമെ പോലീസുമായിട്ട് നല്ല ഒരു 1-2 തവണ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ക്രമീകരണം നമുക്ക് വരുത്താൻ വേണ്ടി സാധിച്ചു. ഇനിയും ബുക്ക് ചെയ്യാൻ പറ്റും വിവാഹം, അതായത് 356 എന്നുള്ളത് ഇനിയും ആൾക്ക് ടോക്കൺ എടുത്തിട്ട് ഇനിയും ഇതിൽ ചെയ്യാവുന്നതാണ്. അതിനുള്ള മാല സജ്ജീകരണങ്ങളെല്ലാം റെഡിയായിരിക്കുന്നു. എത്ര മണി വരെ ഇത്തരത്തിൽ വിവാഹം? ഇത് 12 മണി, ഉച്ചയ്ക്ക് നട തുറന്ന് അതുവരെയുള്ള 12 മണി വരെ ഉള്ള. അതിനിടയിൽ തന്നെ ഇനിയിപ്പോൾ ഇതിൽ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ അത് അറിയില്ല, എത്ര എണ്ണം വരുമെന്ന് അറിയില്ല. പക്ഷെ എല്ലാം സജ്ജമാണ്, ദേവസ്വം പൂർണ്ണ സജ്ജമാണ്. ഇതിനു മുമ്പ് 2017 ഓഗസ്റ്റ് 26 277 വിവാഹങ്ങൾ കഴിഞ്ഞത്. അപ്പൊ അത് ബ്രേക്ക് ചെയ്തിരിക്കുവാണ്. അപ്പൊ അന്നത്തെ ക്രമീകരണം ഇന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ്? അന്നത്തെ ക്രമീകരണത്തിനെ കുറിച്ച് എങ്ങനെയാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് ധാരണയില്ല. പക്ഷേ ഇന്നത്തെ ക്രമീകരണത്തിൽ ഇനിയും ഒരു 100, 400, 500 പേര് വന്നാലും വളരെ സ്മൂത്തായിട്ട് കല്യാണം നടത്താവുന്ന സജ്ജീകരണം ദേവസ്വം ചെയ്യും. ഈ സാധാരണ അമ്പലത്തിൽ വരുന്ന ദർശനം നടത്തുന്നവരുണ്ടാവല്ലോ, ഈ വിവരങ്ങൾ അറിയാത്ത, അപ്പൊ അവർക്ക് എങ്ങനെയാണ്? അവർക്കുള്ള ദർശനത്തിനുള്ള പ്രതികരണം ഇത്തവണ വടക്കേ നടയിലാണ് ഇത്തവണ ക്യൂ ഒക്കെ വടക്കേ നടയിലാണ് ആക്കിയിട്ടുള്ളത്. മാത്രമല്ല ദീപസ്തംഭം തൊഴുന്നവർക്ക് പ്രത്യേകിച്ചൊരു ക്യൂ ആക്കിയ വഴി അവർക്ക് ഈ മണ്ഡപം ഇതുവഴി ക്രോസ് ചെയ്യേണ്ട, കിഴക്കേ നട ക്രോസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ദീപസ്തംഭം തൊഴുന്നതിന് പ്രത്യേകിച്ച് സജ്ജീകരണം വേറെ തന്നെ ഒരു ട്രാക്ക് ആക്കിയിട്ടുണ്ട്. പാർക്കിങ്ങും കാര്യങ്ങളും, പാർക്കിംഗ് ദേവസ്വം സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് തുറന്നു കൊടുത്തു. അവിടെ തന്നെ വേണ്ടത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും എത്ര വിവാഹങ്ങൾ വന്നാലും അതെല്ലാം ഗംഭീരമായി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ദേവസ്വം എല്ലാം വളരെ സജ്ജമാണ്. ദേവസ്വം സജ്ജമാണ്.
അതെ, ദേവസ്വം ഇവിടെ സജ്ജമാണ്. ഇനിയും ബുക്കിങ്ങുകൾ ഉണ്ടായി വിവാഹം നടക്കുകയാണെങ്കിലും അവയെല്ലാം വളരെ സന്തോഷത്തോടെ ഇവിടെ നടന്നു പോകാം. കാരണം അത്രമാത്രം സജ്ജീകരണങ്ങളാണ് ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നടയടച്ചതിനാൽ മാത്രമാണ് വിവാഹങ്ങൾ നിർത്തിവെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് ലൈവായിട്ട് വിവാഹങ്ങൾ റിപ്പോർട്ടറിലൂടെ കാണാനുള്ള അവസരവും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഈ നട തുറന്നു കഴിഞ്ഞാൽ വിവാഹങ്ങൾ വീണ്ടും പുനരാരംഭിക്കും. അതായത് വധുവരന്മാരെത്തി വിവാഹം നടക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ലൈവായിട്ട് തന്നെ ഈ വിവാഹ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. നിരവധി ആളുകളാണ്, അതായത് ഈ മണ്ഡപത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷേ പുറമേ നിന്നും ഇവരുടെ ബന്ധുക്കളായിരിക്കാം, പൊതുവായി ദർശനത്തിനെത്തിയവരായിരിക്കാം, എല്ലാവരും വലിയ കൗതുകത്തോടെയാണ് ഈ വിവാഹം കാണാനായിട്ട് കൂടി നിൽക്കുന്നത്. എല്ലാവർക്കും, അതായത് 356 വിവാഹങ്ങൾ ഒരു ദിവസം എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. 6 മണ്ഡപങ്ങളിലായിട്ട് ഇത്തരത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാവർക്കും, അതായത് ഗുരുവായൂർ അമ്പലത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വിവാഹങ്ങൾ നടക്കുന്നത് എന്നൊരു കൗതുകത്തിൽ അല്ലെങ്കിൽ പലർക്കും തോന്നാം. അതായത് ഇവിടെ നിന്നും വിവാഹം കഴിച്ചാൽ ദീർഘകാല മംഗല്യ ഭാഗ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് കൂടെ നമ്മൾ പറയണം. അതായത് വിവാഹം നടത്താനായിട്ടുള്ള പറ്റിയ സമയമാണെന്നാണ് ഇവിടെ പല ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതായത് ചിങ്ങമാസത്തിലെ ചോതി എന്നും ഈ നാളിൽ വിവാഹം കഴിക്കുമ്പോൾ അതായത് നമുക്ക് നല്ല രീതിയിലുള്ള മുന്നോട്ടുള്ള ദാമ്പത്യം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇവിടേക്ക് ഇന്ന് എത്തുന്നത്. ഇത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങളും പോലീസായാലും എല്ലാതര ക്രമീകരണങ്ങളും ഒരു തടസ്സവുമില്ലാതെ അതായത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് ഈ ഭഗവാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് അവരുടെ, അതായത് വധുവരന്മാർക്ക് മുന്നോട്ടേക്കുള്ള ദാമ്പത്യം ആരംഭിക്കാം. അതിനുള്ള ഒരു വഴിയായി ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാണ്. ഇനിയും വിവാഹങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്കും ഇവിടെ ഇന്ന് തന്നെ, അതായത് വിവാഹം നടത്താൻ 12 മണിവരെ അതിനായിട്ടുള്ള സമയമുണ്ട്. ഇപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആളുകൾ എത്തിത്തുടങ്ങും. ഈ 6 മണ്ഡപങ്ങളിലായിട്ട് ഒരേ സമയം 356, അതായത് 356 വിവാഹങ്ങൾ, ഇപ്പോൾ ബുക്ക് ചെയ്ത 356 വിവാഹങ്ങൾ ഈ 6 മണ്ഡപങ്ങളിലായിട്ട് നടക്കും. നമുക്ക് കാണാം, വലിയ രീതിയിൽ അലങ്കരിച്ചുകൊണ്ടുള്ള മണ്ഡപം തന്നെയാണ്. ഒട്ടും കുറവ് വരുത്താതെയാണ് 356 വിവാഹങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു വിവാഹം നടത്തുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള സജ്ജീകരണമാണ് ഇവിടെ ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കിയിട്ടുള്ളത്. കൂടാതെ ആളുകളെല്ലാം നമുക്കിപ്പം കാണാൻ പറ്റും, ഇപ്പം ഒരുപാട് ആളുകൾ അല്ലാതെ തന്നെ ഇവരുടെ ബന്ധുക്കളായിരിക്കാം. 20 പേർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മണ്ഡപത്തിന്റെ ഭാഗത്തേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഇവരുടെ ബന്ധുക്കൾ, വധുവരന്മാർ ഉൾപ്പെടെയുള്ള 20 പേർക്കാണ് ഇവിടെ നിൽക്കാൻ പറ്റുക. കൂടാതെ ഇവരുടെ ഫോട്ടോഗ്രാഫർമാർ, 4 ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇവിടെ നിൽക്കാൻ കഴിയും. അത്തരത്തിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സുഖമായി വിവാഹം നടത്താം. ഇപ്പോൾ ഒരു വധുവരന്മാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ വിവാഹത്തിനായി ഇപ്പോൾ ഉടൻ നട തുറന്നു കഴിഞ്ഞാൽ ഇവർ ഈ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ വിവാഹത്തിനായിട്ട് എല്ലാ ഒരുക്കങ്ങളുമായി വലിയ പ്രതീക്ഷയോടെ ഇവർ ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ 6 മണ്ഡപങ്ങളിലായിട്ട് ഒരേ സമയം 6 പേരുടെ വിവാഹം നടത്താനുള്ള സജ്ജീകരണം, അതിനു വേണ്ടിയിട്ടുള്ള കാർമ്മികത്വം വഹിക്കാനുള്ള ആളുകളെല്ലാം ഇവിടെ സജ്ജമാണ്. ഇപ്പോൾ ഇവരുടെ ബന്ധുക്കളുണ്ട് ഇവിടെ. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം, നിങ്ങൾ എവിടുന്ന് വരുന്നത്? ഞങ്ങൾ മലപ്പുറം. ഇവരുടെ പേരെന്താണ്? വരുടെ പേര് അനന്തു, സുഹാസിനി. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 24. ഇന്നലെ വന്നതാണ്? അല്ല, ഞങ്ങൾ ഇന്ന് മോർണിംഗ് വന്നതാണ്. ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടോ? ഓഫ് കോഴ്സ് പാർട്ടി ഉണ്ട്. നേരെ വീട്ടിലേക്കാ പോവാ. ഇങ്ങനെ ഇത്രയും തിരക്കുണ്ട്, അതായത് 356 വിവാഹങ്ങളാണ് ഒരു സമയം നടക്കുന്നത്. എന്താ തോന്നുന്നത്? ശരിക്കും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പൊ കല്യാണം ആവുന്നുള്ള ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ലേറ്റ് ആവുന്ന പ്രതീക്ഷിച്ചത്. എന്തെങ്കിലും ഉണ്ടോ ഇന്ന് കല്യാണം നടത്താൻ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതോ മുൻകൂട്ടി ആദ്യം നിശ്ചയിച്ചു? അല്ല, മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നു ഇന്ന് കല്യാണം നടത്താന്നുള്ളത്. യാദൃശ്ചികമായി എല്ലാവരും, അതായത് അത്രയും നല്ല സമയമായതിനാൽ അല്ലെങ്കിൽ നല്ല ദിവസമായതിനാൽ ഇന്ന് വിവാഹം കഴിച്ചതാണ്. ഇതപ്പോൾ നട തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡപങ്ങളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. വധുവരന്മാരെല്ലാവരും മണ്ഡപത്തിൽ കയറി കഴിഞ്ഞു. ഇവരുടെ മുതിർന്ന, അതായത് ഇവരുടെ കുടുംബത്തിൽ നിന്നുമുള്ള ഒരാൾ തന്നെ ഇപ്പോൾ താലി കൈമാറുകയാണ്. ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ 6 മണ്ഡപത്തിലായിട്ട് ഇപ്പോൾ തന്നെ നട തുറന്നതിനാൽ തന്നെ വലിയ തിരക്ക്. ഇപ്പോൾ എല്ലാവരും മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മണ്ഡപങ്ങളിലായിട്ടും വധൂവരന്മാർ കയറി തുടങ്ങുകയാണ്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം
ഒരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ വിശ്വാസികൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുക എന്നുള്ളത് ഇവരുടെ വലിയ ആഗ്രഹമായിരിക്കാം. അതാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത്. ഇങ്ങനെ 6 മണ്ഡപങ്ങളിലായിട്ട് വധൂവരന്മാരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയും തുടർച്ചയായി ഇത്തരത്തിൽ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നിലവിൽ ഇപ്പോൾ 6 മണിയാവുമ്പോൾ സമയമാകുമ്പോഴേക്ക് ഏകദേശം 70-ലധികം വിവാഹങ്ങളാണ് ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും അതായത് ഈ സമയം 12 മണി വരെ, ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് വരെ ആളുകൾക്ക് ഇനിയും ബുക്ക് ചെയ്ത് വിവാഹം നടത്താം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും 356 പേരാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹിതരാകുന്നത്. ഇപ്പോൾ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നട അടച്ചു, അതിനുശേഷം നട തുറന്ന് ഇപ്പോൾ വിവാഹങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി, എന്തായാലും 356 വിവാഹങ്ങളും കൂടി പോരും. നമുക്കും ഇടയ്ക്ക് ലൈവായി കാണിക്കാം വിവാഹങ്ങൾ നടക്കുന്നത്. കാരണം ഇതിന് മുൻപ് 2017 ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്, 277 എന്ന റെക്കോർഡ്. അതാണ് ഇപ്പോൾ ഭേദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 356 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്.